നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 702 702. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇവിടെ 197 സർഗത്തിൽ നന്ദഗോപാദികളുടെയും ഭഗവാന്റെയും മറ്റും കൂടിക്കാഴ്ച വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് പോണത്. ഇനി അതിൽ ഏതാനും ഒരു 3, 4, 3, 5, 8 ശ്ലോകങ്ങളെ ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞ 42ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. ഏതെങ്കിലും വിധം ഭക്തിഭാവം തെല്ലൊന്നുദിക്കകിൽ ജീവൻ ദുർദശയൊട്ടാകെ നീങ്ങി മിന്നാൻ തുടങ്ങിയിടും എന്നാണ് പറഞ്ഞത്. ഇനി 43ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. ഒന്നുകൂടിയും ആവർത്തിക്കുന്നു ഇവയൊക്കെയും ഉദ്ധവൻ ചൊൽവതിൻ മുമ്പിൽ തന്നെ നിങ്ങളറിഞ്ഞിടും. ഭഗവാൻ പറയാണ്, ഒന്നുകൂടിയും ആവർത്തിക്കുന്നു ഇവയൊക്കെയും ഉദ്ധവൻ ചൊൽവതിൻ മുമ്പിൽ തന്നെ നിങ്ങളറിഞ്ഞിടും. ഉദ്ധവഗീത പറഞ്ഞിട്ടൊന്നുണ്ട്. ഉദ്ധവരുടെ ഗീതം ഭഗവാനെ പറ്റിയിട്ടുള്ളത് അതറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനും നിങ്ങളും കൂടിയിട്ടുള്ള ആത്മബന്ധം എന്തായിരുന്നു എന്നുള്ളത്. ഞാനെന്നും ഉള്ളിൽ മിന്നിടുന്നതാണു പരമാമൃതം. ഇത് വായിച്ചാലല്ലേ അറിയുള്ളൂ, വായിക്കാത്തവരെങ്ങനെ അറിയാം? ഞാനെന്നും ഉള്ളിൽ മിന്നിടുന്നതാണു പരമാമൃതം. പരമമായ അമൃതം എന്താ? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിവസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുറത്ത് തിരഞ്ഞാൽ എന്നെ കാണില്ല, പക്ഷേ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്താ? അവിടെ പോയാൽ ശരിയാവും, ഇവിടെ പോയാൽ ശരിയാവും. അവർ ഭാഗവതം വായിച്ചിട്ടില്ല, കേൾക്കണം. നമ്മളും ഭാഗവതം പഠിച്ചില്ല. ഞാനത് ഭാഗവതം പഠിക്കുക കാരണം എനിക്ക് വിമർശിക്കേണ്ടി വരുന്നു. എന്നെ നിങ്ങൾ കുറ്റം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാനെന്നും ഉള്ളിൽ മിന്നിടുതാണു പരമാമൃതം. അത്തരം പ്രേമമാം നിങ്ങൾക്ക് അത് സൗഭാഗ്യമല്ലയോ? ഞാൻ ഉള്ളിൽ വസിക്കുന്നു എന്ന് കരുതി, എന്ന് മനസ്സിലാക്കി ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ച് അറിയാനുള്ള ഒരു ബുദ്ധി വൈഭവം നിങ്ങൾക്കുണ്ടായി ധർമ്മത്തിൽ കൂടി നിങ്ങൾ ചരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപഹസിക്കപ്പെടില്ല. നിങ്ങൾക്ക് ഈ ജന്മത്ത് തന്നെ ഭവസാഗരം തരണം ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ എത്ര ജനിച്ചാലും മരിച്ചാലും രക്ഷപ്പെടാൻ പോണില്ല. ഭക്തി കൊണ്ടാവിധം പ്രാപ്യനാം എന്നിലയും മോദിടാം. സംശുദ്ധമായ ഭക്തി കൊണ്ട് എന്നെ പ്രാപിക്കാൻ പറ്റും എന്നുള്ള സത്യത്തെ ഞാൻ ഊന്നിപ്പറയുന്നു. ഭക്തി കൊണ്ട് ആവിധം പ്രാപ്യനാം എന്നിലയും മോദിടാം. സർവത്തിനും കാരണം സച്ചിദാനന്ദ വസ്തു ഞാൻ. ഭഗവാൻ സച്ചിദാനന്ദ വസ്തു ആണ് എന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ വിളിക്കും, നിങ്ങൾ ആദരിക്കും, നിങ്ങൾ സ്വയം നമസ്കരിക്കും നിങ്ങളെ തന്നെ. സർവത്തിനും കാരണമാം സച്ചിദാനന്ദ വസ്തു ഞാൻ. നാനാരൂപത്തിലും മിന്നി നിൽക്കയാണെന്നു മാത്രമാം. ഞാൻ ഒരു വസ്തുവിലല്ല, എല്ലാ വസ്തുവിലും ഉണ്ട് എന്ന് അറിയണതാണ് പരമമായ ഭക്തി. അപ്പോൾ ആരെയും ഉപദ്രവിക്കാതെ എല്ലാവരെയും മനസ്സുകൊണ്ട് നമിച്ച് പരസ്പരം ഉപകാരപ്രദമായ രീതിയിൽ ജീവിച്ചു നോക്കൂ, രക്ഷപ്പെടാം. പരമശേരി ഇപ്പോൾ സാധാരണ ജ്യേഷ്ഠാനിയന്മാർ എല്ലാവരുടെയും സമ്പത്തിൻ്റെ സ്രോതസ്സ് ഒരുപോലെ ആവില്ല. പക്ഷേ സമ്പത്തല്ല വലുത്. ശരിക്കുള്ള സമ്പത്ത് എന്താ? സംശുദ്ധമായ ഭക്തി.
ഭഗവാൻ അവരവരുടെ തിരുവുള്ളത്തിലാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നവന് കഷ്ടപ്പാടുകളില്ല. അവൻ ആമയായിട്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തും. അല്ലാത്തവർ പരിഭ്രമിച്ച് തളരും. അപ്പം നിലവിളിച്ചിട്ട് യാതൊരു കാര്യമില്ല. നാനാരൂപത്തിലും മിന്നി നിൽക്കയാണെന്നു മാത്രമാം പലതായി കാൺമതും പഞ്ചഭൂതം താനെന്ന മാതിരി. കാണുന്നതൊക്കെ പഞ്ചഭൂതങ്ങളാണല്ലേ. പലതായി കാൺമതും പഞ്ചഭൂതം താനെന്ന മാതിരി. മൺകുടത്തിങ്കൽ മണ്ണല്ലാതില്ല മറ്റൊന്നു മോതുവാൻ. മൺകുടത്തിൽ മണ്ണല്ലാണ്ട് എന്നുള്ളത് പിത്തള കുടത്തിൽ പിത്തള മാത്രമല്ലേ ഉള്ളൂ. സ്വർണ്ണ പിന്നെ എന്താ പറയുക, താമ്പാളം അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ എന്തൊക്കെയുണ്ടോ അതൊക്കെ, വെള്ളി, ഇങ്ങനെ എന്തെടുത്താലും കുടം എന്നുള്ളത് രൂപ, അത് മാറും. സ്വർണവും മണ്ണും ഒന്നും മാറില്ല. അപ്പോൾ പലതായി കാണുന്നതും പഞ്ചഭൂതം താനെന്ന മാതിരി. എന്നാൽ വ്യക്തികളിൽ വന്നാലോ, ഏതൊക്കെ ജീവജാലങ്ങളുണ്ടോ അതൊക്കെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അവശേഷിക്കുന്നത് അതന്നെയുള്ളൂ. പിന്നെ പറയണു, മൺകുടത്തിൽ മണ്ണല്ലാതില്ല മറ്റൊന്നു മോതുവാൻ. കുടമാവുന്നതിന് മുമ്പ് മുടിഞ്ഞീടിലും ഇപ്പോഴും. കുടം ആവുന്നതിൻ്റെ മുമ്പിൽ മണ്ണേ ഉള്ളൂ. കുടം ആയിരിക്കുമ്പോൾ മൺകുടം എന്നേ പറയുള്ളൂ. മൺകുടത്തിന് സ്വർണ്ണക്കുടം എന്ന് പറയില്ലല്ലോ. അപ്പോൾ അത് പൊട്ടിപ്പോയാലും ബാക്കിയാവണത് എന്താ? മണ്ണായി തീരും. നാമരൂപങ്ങൾ കർമ്മം കൊണ്ടിഷ്ടം ഉളവാവതാം. നാമരൂപങ്ങൾ കർമ്മം കൊണ്ടിഷ്ടം പോലുളവാവതാം. സത്യമല്ലവയെന്നെന്നും വെറും താൽക്കാലികങ്ങളാം. നാമവും രൂപവും താൽക്കാലികമാണ്. ജനിച്ച ഉടനെ പേരിടണില്ല. ചിലവർ 28-ന് ചിലവർ 6 മാസം കഴിഞ്ഞിട്ട് ഇടും. മരിച്ചാൽ പേരില്ല, രൂപവുമില്ല. ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് കാണണ്ടായി. കുറച്ച് പ്രായമായിട്ടൊരു അമ്മ, അത്ര തന്നെ ഒരു 22-23 വയസ്സ് വ്യത്യാസമുള്ളൊരു മകനും 57 വയസ്സായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. അദ്ദേഹത്തിന് എന്തോ ചെറിയൊരു ബുദ്ധിമാന്യമുണ്ട്. അത് കാരണം ആരേനും വീട്ടിലേക്ക് വരാൻ സമ്മതിക്കില്ല. അപ്പോൾ അവർ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു ജീവിതമാണ്. സംഗതി വശാൽ വേറൊരു സഹോദരി ഉണ്ട്, അവരെ എങ്ങോട്ടോ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറൊരു മകനുണ്ട്, അവൻ അമേരിക്കയിലാണ്. ഇനി ചുരുക്കി പറഞ്ഞാൽ ഇവർ രണ്ടാളും, ഒരാൾ പുതച്ച് മൂടിയിട്ടും ഒരാൾ കമന്നടിച്ചും കിടക്കുന്ന രൂപത്തിൽ പോലീസ് കണ്ടു. ഒരാഴ്ച കഴിഞ്ഞു അത്രയും മരണം സംഭവിച്ചിട്ട്. അപ്പോൾ അടുത്തൊന്നും വീടില്ല. അപ്പോൾ ഇവരുടെ പ്ലോട്ട് കുറച്ച് വലുതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓരത്തൊക്കെ എന്തോ ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അപ്പോൾ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഫേസ് റോഡിലേക്കാണ്. അപ്പോൾ വീടായിട്ട് അതും ബന്ധമില്ല. അപ്പോൾ ഇതുവരെ സഹോദരനെയോ അമ്മേനെയോ അന്വേഷിക്കാത്ത ആൾ ഇവർ മരിച്ചു എന്ന് പോലീസ് കംപ്ലൈൻ്റ് ആയി അഡ്രസ്സിൽ ഇൻഫോം ചെയ്തു, ഞാൻ വരുന്നുണ്ടെന്ന്. എന്താ ഇത് വിറ്റ് കാശാക്കണം. അപ്പോൾ അമ്മയ്ക്കും മകനും കുറച്ച് നല്ല രീതിയിലുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യാൻ സാധിക്കാണ്ട് നമ്മൾ വലിയ ആൾക്കാരായിട്ട്, മക്കൾ വലിയ ആൾക്കാരായിട്ട് അവിടെ ഇവിടെയും ജോലി ചെയ്തിട്ട് എന്താ കാര്യം? അപ്പോൾ നാമരൂപങ്ങൾ കർമ്മം കൊണ്ടിഷ്ടം പോലുളവാവതാം. സത്യമല്ല അവയെന്നെന്നും വെറും താൽക്കാലികങ്ങളാം. ഇക്കാൺമതൊക്കെയും ഞാനാം മുന്നിൽ നിൽക്കുന്ന നിങ്ങളും. ഈ കാണുന്നതൊക്കെയും ഞാനാം. നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ട് അതൊക്കെ ഞാനാണ്. മുന്നിൽ നിൽക്കുന്ന നിങ്ങളും ഞാൻ തന്നെ. വാസ്തവത്തിങ്കൽ വിരഹം തന്നെ എങ്ങനെ നമ്മളിൽ നിന്ന് വേറൊരാൾ മാറി നിൽക്കണു. വിരഹമുണ്ട് എന്ന് പറഞ്ഞത് മായയാണ്. വിരഹമില്ല. എന്നിലും ഈശ്വരൻ, എന്നിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരിലും ഈശ്വരൻ. അപ്പോൾ ആരും സ്വന്തമാണോ? അല്ല. സ്വന്തമല്ലേ? അതെ. ഭഗവാൻ എല്ലാവരിലും ഉണ്ടല്ലോ. ആത്മസ്വരൂപം ഈ വണ്ണം അരുളി കേട്ടു ഗോപികൾ കൃഷ്ണഭാവത്തിലൊട്ടേറെ മൊഴി ചൊല്ലി വിധം. അങ്ങനെയാണ്
നല്ല പ്രഭാഷണം കേൾക്കുമ്പോൾ നമ്മളൊക്കെ തലിട്ടാട്ടും. പ്രഭാഷണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മായയ്ക്ക് അധീനനായാലോ പറഞ്ഞതൊക്കെ നമ്മൾ മറക്കും. അത് സ്വാഭാവികമാണ്. പക്ഷേ പറഞ്ഞത് മറക്കാതെ കണ്ട് ഈശ്വരീയത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ സദാസേവ്യ ഭാഗവതം. ഭാഗവതത്തിനെ പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വേണം. ആത്മസ്വരൂപം ഈ വണ്ണം അരുളി കേട്ടു ഗോപികൾ കൃഷ്ണഭാവത്തിലൊട്ടേറെ മുഴുകി ചൊല്ലി ഈ വിധം. എന്താ അവർ പറഞ്ഞത്? അവസാനത്തെ ശ്ലോകം 51 ശ്രദ്ധിച്ച് കേൾക്കുക. ശമാധി സമ്പന്നർ മുനീന്ദ്രരെന്നും. ആരെയാണ് മുനീന്ദ്രരെന്ന് പറഞ്ഞത്? ശമാധി സമ്പന്നർ. ശമം 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 എന്ന് പറഞ്ഞാൽ ക്ഷമയുടെ വേറൊരു ഭാഗം അത്. അപ്പോൾ ക്ഷമയില്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. ശമാധി സമ്പന്നർ മുനീന്ദ്രരെന്നും ധ്യാനിച്ചിടും ശ്രീചരണാരവിന്ദം. അവരമ്പലത്തിൽ പോകണില്ല. എവിടെയാണോ അവിടെ ഇരുന്നിട്ട് ഹൃദയപത്മത്തിൽ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ തുടർച്ചയായി അനുസന്ധാനം ചെയ്യാണ്. നൺ സ്റ്റോപ്പ്. ശമാധി സമ്പന്നർ മുനീന്ദ്രരെന്നും ധ്യാനിച്ചിടും ശ്രീചരണാരവിന്ദം. മുകുന്ദ നിൻ ഗോപികൾ അങ്ങ് ചൊന്നാലും മുൾപ്പൂവിലുദിച്ചിടേണം. മുകുന്ദ ഭഗവാനെ, അങ്ങ് നിൻ ഗോപികളങ്ങ് ഞങ്ങളങ്ങ് അതായത് നിൻ ഗോപികൾ ഞങ്ങൾ അങ്ങു ചെന്നാലും. ഞങ്ങളെ ഇപ്പോൾ ഇവിടുന്ന് വിട്ടിട്ട് ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോവും. പക്ഷേ ഞങ്ങൾ ഉള്ളിൽ നീ മിന്നണമെന്നാ. നീ പറഞ്ഞല്ലോ ഉള്ളിലാണെന്നുള്ളത്. അതിനുള്ളൊരു ബോധം, സ്വബോധം ഉണ്ടാക്കി തരണം. കൈവിടരുതേ കൃഷ്ണ, കൈവിടരുതേ കൃഷ്ണ, കൈവിടരുതേ കൃഷ്ണ. മുകുന്ദ നിൻ ഗോപികൾ ഞങ്ങൾ അങ്ങു ചെന്നാലും ഉൾപ്പൂവിൽ ഉദിച്ചിടേണം. ഞങ്ങളുടെ മനസ്സിൽ മിന്നിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് നിർത്തി. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ സപ്തനവത്യധികശതതമ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 198 സർഗം. എന്താ അത്? പാഞ്ചാലിയോട് രുക്മിണ്യാദികളുടെ വിവാഹകഥനം. സന്ദർഭവശാൽ പാഞ്ചാലി ചോദിക്കുകയാണ് രുക്മിണ്യാദി പട്ടമഹർഷിമാരോട്, നിങ്ങൾ എങ്ങനെയാണ് ഭഗവാന്റെ പത്നിമാരായത്? ഞാൻ പലതും കേട്ടിട്ടുണ്ട്. അതൊന്ന് നിങ്ങളുടെ മുഖത്തിൽ നിന്ന് കേട്ട് അനുഭവിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ വണ്ണം ഗോപിമാർക്ക് ആത്മപ്രേമം മിന്നിച്ചു മാധവൻ. മുന്നിൽ പറഞ്ഞ പോലെ ഈ വണ്ണം ഗോപിമാർക്ക് ആത്മപ്രേമം. അതെന്താ? അത് സ്വന്തം ജീവനോട്, പരബ്രഹ്മസ്വരൂപമാകുന്ന ജീവനോട് പ്രേമം ഉണ്ടാവണം. താൻ തന്നെ സ്നേഹിക്കുക. മറ്റുള്ളവരുണ്ടാവില്ല. മറ്റുള്ളവർ അവരുടെ ഉള്ളിലുള്ള ജീവനെ അവർ ധ്യാനിക്കട്ടെ, അവർ പ്രേമിക്കട്ടെ. അവരവരുടെ ഉള്ളിലുള്ള ബ്രഹ്മചൈതന്യത്തിനെ സ്നേഹിക്കുക, പ്രേമിക്കുക. അപ്പോൾ ഈ പ്രേമം എന്നുള്ളത് ആധ്യാത്മികമാണ്, ശാരീരികമല്ല. അതുകൊണ്ട് ഈ വണ്ണം ഗോപിമാർക്ക് ആത്മപ്രേമം മിന്നിച്ചു മാധവൻ. ലോകത്തിനെല്ലാം ഗതിയും ഉപദേഷ്ടാവുമായവൻ. ലോകത്തിനെല്ലാം ഗതിയും. അവിടെ ഇന്നവർക്കെന്നല്ല, എല്ലാവർക്കും ഗതി ഈശ്വരനാണ്. ലോകത്തിനെല്ലാം ഗതിയും ഉപദേഷ്ടാവുമായവൻ. യുധിഷ്ഠിരൻ തുടർന്നുള്ള പല മിത്രജനത്തോടും ചോദിച്ചു കുശലം മെല്ലെ ഓതിനാരമ്പോടെ വരും. അങ്ങനെ ഇരിക്കുമ്പോൾ പാണ്ഡവന്മാരെ കണ്ടുമുട്ടി. യുധിഷ്ഠിരൻ തുടർന്നുള്ള പല മിത്രജനത്തോടും ചോദിച്ചു കുശലം മെല്ലെ ഓതിനാരമ്പോടെ വരും. എല്ലാവരും സ്നേഹം തുളുമ്പിക്കൊണ്ടുള്ള വാക്കുകളെ കൊണ്ട് പരിചയം പുതുക്കി. ഭക്തോത്തസമ്മുഖത്തിങ്കൽ നിന്നു നിൻചരിതാമൃതം ആത്മാവിനെ ഉണർത്തിയിടുന്നതൊരു തിരിയെങ്കിലും. വളരെ ഗഹനായിട്ടാണ് പറഞ്ഞത്. ഭക്തോത്തസമ്മുഖത്തിങ്കൽ, ഭക്തന്മാരിൽ ഉത്തമന്മാരായിരിക്കുന്നവരുടെ മുഖത്തിൽ നിന്ന് നിൻ ചരിതാമൃതം, ഭഗവാനെ അങ്ങയുടെ ലീലാവിലാസങ്ങൾ ആത്മാവിനെ ഉണർത്തിയിടുന്നതൊരു തിരിയെങ്കിലും. അമ്പിയെന്ന ആസ്വദിപ്പോർക്കു പോലും ആനന്ദമല്ലയോ. ലേശെങ്കിലും ഭഗവാനെ പറ്റി
അറിയാം. ആത്മസ്വരൂപനാണ് ഭഗവാൻ, പ്രേമസ്വരൂപനാണ്, വിദ്യാസ്വരൂപനാണ്, വേദസ്വരൂപനാണ്, നാദസ്വരൂപനാണ്, അമൃതസ്വരൂപനാണ്. ഇങ്ങനെ ഒരു സ്വരൂപങ്ങളെപ്പറ്റി അറിഞ്ഞാൽ ആ വ്യക്തികൾക്കുണ്ടാവുന്ന ഒരു ഭാവവ്യത്യാസം, ജീവിതം മുഷിക്കാതെ കൊണ്ട് ജീവിക്കാതെ കണ്ടിരിക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനുള്ളൊരു വെമ്പൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അമ്പിയെന്ന ആസ്വദിപ്പോർക്കും പോലും ആനന്ദമല്ലയോ എന്നിരിക്കവേ മന്നാകെ രക്ഷിപ്പാൻ അവതീർണനായി. അപ്പോൾ ഭഗവാൻ പൂർണ്ണാവതാരം എടുത്ത് കൃഷ്ണനായിട്ട് അവതരിച്ചത് എന്തിനാണ്? എന്നിരിക്കേ ഏവം മന്നാകെ, ഭൂമിയിലുള്ളവരെ എല്ലാവരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രക്ഷിപ്പാൻ അവതീർണനായി കാരുണ്യം തിങ്ങി വഴിയും ബ്രഹ്മത്തിൻ്റെ കഴമ്പുമായി. കാരുണ്യം തിങ്ങി വഴിയും ബ്രഹ്മത്തിൻ്റെ കഴമ്പുമായി വിലസും നാഥ നിൻ ദിവ്യ സന്നിധാനത്തിൽ ഈ വിധം, നിൻ സന്നിധാനത്തിൽ ഈ വിധം. ഇപ്പോൾ അങ്ങയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ഗഹനമായ വാക്കുകൾ കേട്ട് ഞങ്ങളുടെ ഉള്ളിൽ പരബ്രഹ്മസ്വരൂപനായിട്ട് കോടി സൂര്യസമപ്രഭനായിട്ട് മിന്നുന്നത് അങ്ങാണെന്ന് ഉള്ള ധാരണ ഒന്ന് ഉറക്കട്ടെ. കുറച്ച് നേരം ഞങ്ങൾ മുമ്പിൽ നിൽക്കൂ. ഇതാണ് ഉദ്ദേശം. കാരുണ്യം തിങ്ങി വഴിയും ബ്രഹ്മത്തിൻ്റെ കഴമ്പുമായി വിലസും നാഥാ നിൻ ദിവ്യ സന്നിധാനത്തിൽ ഈ വിധം അണഞ്ഞോർക്കെഴും ആനന്ദം അനന്തം തന്നെയാം പ്രഭോ. എങ്ങനെ? അണഞ്ഞോർക്ക്, അങ്ങയുടെ മുന്നിൽ അണഞ്ഞോർക്ക്, അങ്ങയുടെ തിരുവാദ പത്മത്തിൽ അണഞ്ഞോർക്ക് എഴും ആനന്ദം അനന്തം തന്നെയാം പ്രഭോ. പല ഭക്തോത്തമന്മാരും ഭഗവാനും അതേവിധം. ഭഗവാനും ഭക്തന്മാരും വ്യത്യാസമില്ല എന്നാ. ഭഗവാനെ പൂജ ചെയ്യുന്നതിന് പകരം ഭഗവാൻ തന്നെ പറയേണ്ട, നിങ്ങൾ എൻ്റെ ഭക്തന്മാരെ പൂജ ചെയ്യും. അപ്പം നിങ്ങളും ഭക്തന്മാരാവും. അപ്പം മറ്റുള്ളവർ നിങ്ങളെയും പൂജ ചെയ്യും. അപ്പോൾ ഈ മണി ചെയിൻ സമ്പ്രദായം ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ളതാണ്. പക്ഷേ തൽപര വ്യക്തികൾ, അതായത് മമതാഗ്രന്ഥികളായിട്ട് സ്വയം നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാരെ ഈ മണി ചെയിനൊക്കെ ഉപയോഗിക്കുന്നത്. അത് പലതുള്ളി പെരുവെള്ളം പറഞ്ഞിട്ട് അവർ കോടീശ്വരന്മാരുമ്പോൾ അവർ കാണാൻ ഡീം, അവരാണ് മുങ്ങും, മറ്റുള്ളവർ പെരുവഴിയിലായി. അണഞ്ഞു ചേർന്നൊരിവിടം ഗംഗാസാഗര സംഗമം. ഇപ്പോൾ ഈ പ്രവാസ തീർത്ഥം എന്ന് പറഞ്ഞത് പേര് മാറ്റണം. അതെന്തിനാഹേ? ഇപ്പോൾ അണഞ്ഞു ചേർന്നൊരിവിടം, ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരും അണഞ്ഞു ചേർന്നൊരിവിടം ഗംഗാസാഗര സംഗമം. ഗംഗയും സാഗരവും, ഗംഗാസാഗര സംഗമം, ഗംഗസാഗരത്തിൽ ചേരുന്ന സ്ഥലമാണ്. ഓർപ്പതേ പുണ്യമാം സർവതീർത്ഥ സ്നാനത്തിലും വരും. അതായത് ബക്കറ്റിൽ വെള്ളം കോരിയൊഴിക്കുമ്പോഴും ഗംഗേ ഗംഗേ ഗംഗേ, അല്ലെങ്കിൽ ഗംഗാ യമുന സിന്ധു കാവേരി സരസ്വതി നർമ്മദ ഗോദാവരി, 7 പുണ്യനദികൾ. ഗംഗാ യമുന സിന്ധു കാവേരി സരസ്വതി നർമ്മദ ഗോദാവരി എന്നീ പുണ്യനദികളിലെ ജലം ഇതിൽ സന്നിഹിതരായിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം തലയിൽ തളിച്ചാൽ മതി. ഭാവം വേണം. ഓർപ്പതേ പുണ്യമാം സർവതീർത്ഥ സ്നാനത്തിലും വരും നാരീജനങ്ങൾ അങ്ങിങ്ങു നാനാ കഥകളോതവേ. നാരീജനങ്ങൾ അങ്ങിങ്ങ് നാനാകഥകളോതവേ. ഒരിടം ഭഗവത് പത്നിമാരും ദ്രുപദപുത്രിയും. ഒരു സ്ഥലത്ത് ഭഗവാന്റെ പത്നിമാരും പാഞ്ചാലിയും കൂടിയുണ്ട്, സംസാരിക്കണം. തമ്മിലുണ്ടായതാം പുണ്യവാർത്തയും പരിപാവനം. ഭഗവാന്റെ പട്ടമഹിഷിമാർ 8 ആളും പാഞ്ചാലിയും കൂടിയിട്ടുള്ള സംഭാഷണം
തമ്മിലുണ്ടായതാം പുണ്യവാർത്തയും പരിപാവനം കൃഷ്ണനെ പറ്റിയാണെല്ലാം കേട്ടാലും ഗുരുനന്ദന. ഹേ പരീക്ഷിത മഹാരാജാവേ, അങ്ങ് ഇതുവരെ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ടില്ല. ഇതിന് കുറച്ചുകൂടി ഇത് വളരെ പരിപാവനമായിട്ടുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കൂ. മുകുന്ദപത്നിമാരോട് ചൊല്ലി പാഞ്ചാലി ഇങ്ങനെ. മുകുന്ദപത്നിമാരോട് പാഞ്ചാലി ചൊല്ലി ഇങ്ങനെ. താഴെ പറയും പോലെ. എങ്ങനെയാ? പുണ്യസ്ഥലത്തു വന്നേതും സമയം പോക്കിടായക നാം. പുണ്യസ്ഥലത്ത് വന്നിട്ട് വെറും പാഴ്വാക്കുകൾ പറഞ്ഞിട്ട് സമയം കളയണ്ട. ഭക്തോത്തമനായിരിക്കുന്ന അല്ലെങ്കിൽ ഭക്തന്മാരുടെ ആശ്രയസ്ഥാനമായിരിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണൻ ഞങ്ങൾക്ക് ആശ്രയസ്ഥാനമാണ്. നിങ്ങൾ ഭഗവാന്റെ പട്ടമഹിഷിമാരാണ്. നിങ്ങളെങ്ങനെയാണ് ഭഗവാനെ സ്വയത്താക്കിയത്? അല്ലെങ്കിൽ ഭഗവാൻ നിങ്ങളെ എങ്ങനെ സ്വയത്താക്കി? സ്ത്രീകൾക്കു ചൊല്ലുവാനോർക്കൽ വിവാഹ കഥയല്ലയോ. എന്നാ കല്യാണം നടന്നത്? കല്യാണം എങ്ങനെയായിരുന്നു? രാത്രിയായിരുന്നോ പകലായിരുന്നോ? എവിടെ വെച്ചിട്ടായിരുന്നു? ആരാ കാറ്ററേഴ്സ്? നാദസ്വരം ഉണ്ടായിരുന്നോ അതോ റെക്കോർഡ് വെച്ചേ ഉള്ളൂ? ഇങ്ങനെയൊക്കെ പലതും അറിയണ ആൾക്കാർക്ക് അല്ലേ. പക്ഷേ നമ്മൾക്ക് കൃഷ്ണൻ്റെ പോരിമ എന്താ അതാണ് അറിയേണ്ടത്. സ്ത്രീകൾക്കു ചൊല്ലുവാനോർക്കൽ വിവാഹ കഥയല്ലയോ കൗതുകം നിങ്ങളെല്ലാരും അതാതാൾ കഥയോതുവിൻ. നിങ്ങളെല്ലാരും അതാതാൾ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അനുഭവം എന്നെ പറഞ്ഞ് കേൾപ്പിക്കൂ പ്ലീസ്, ഓരോരുത്തരായിട്ട്. തുടങ്ങുക. അപ്പോൾ കൗതുകം നിങ്ങളെല്ലാരും അതാതാൾ കഥയോതുവിൻ. വാർക്കൂന്തളക്കെട്ടഴിച്ചു വിടർത്തിക്കൊണ്ടു രുക്മിണി ചൊല്ലിനാളതു വല്ലാത്ത കാരുണ്യകഥ തന്നെയാം. ഭഗവാന്റെ കാരുണ്യത്തെപ്പറ്റി സ്പർശിക്കാൻ ഇതിലും മീതെ വലിയൊരു കഥയില്ല എൻ്റെ വിവാഹ കഥ പോലെ. അതാണ് രുക്മിണിക്ക് പറയാനുള്ളത്. അപ്പോൾ രുക്മിണി എന്ത് ചെയ്തു? ഒന്ന് തല കെട്ടിവെച്ചതൊക്കെ ഒന്ന് അഴിച്ചിട്ടു, എന്നിട്ട് ഒന്ന് കോതി, എന്നിട്ട് അതിനെ രണ്ടാമത് പിന്നി നേരാക്കി. വാർക്കുന്തൽ കെട്ടഴിച്ചു വിടർത്തിക്കൊണ്ടു രുക്മിണി ചൊല്ലിനാൾ അതു വല്ലാത്ത കാരുണ്യകഥ തന്നെയാം. കൊണ്ടൽ വർണ്ണൻ്റെ സൗന്ദര്യ ശൗശീലാദികൾ കേട്ടു ഞാൻ എൻ്റെ അരമനയിൽ എൻ്റെ അച്ഛനെ മുഖം കാണിക്കാൻ വരുന്ന നാരദര് മുതലായിട്ടുള്ള ദേവർഷിമാർ, മറ്റ് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ, ഗോകുലത്തിൽ വളർന്നിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ കൗതുകകരമായ ലീലാവിലാസങ്ങളെ പറ്റിയും മധുരയിൽ എങ്ങനെയാണ് കംസനെ വധിച്ചത്, വൃഷ്ണികൾക്ക് നാഥനായിട്ട് എന്താ അദ്ദേഹത്തിൻ്റെ പേര് പെട്ടെന്ന് പോയി, സാറില്ല വരും. അപ്പോൾ എങ്ങനെയാണ് 64 ദിവസം കൊണ്ട് 64 രാജകലകളെ പഠിച്ച് സാന്ദീപിനി മഹർഷിയുടെ പേര് ആചന്ദ്രതാരങ്ങളുള്ള കാലം വരെ കീർത്തിയുള്ളതാക്കി തീർത്തു. അവിടുന്ന് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വർണ്ണിക്കുമ്പോൾ ഞാൻ അറിയാതെ കണ്ട് ഞാൻ ഭഗവാനിൽ ആകൃഷ്ടയായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ എന്നെ ശിശുപാലന് വിവാഹം കഴിച്ച് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അതിൽ എനിക്കോ എൻ്റെ അച്ഛനോ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ജ്യേഷ്ഠനെ പറഞ്ഞ് ഞങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ഞങ്ങളെ നിസ്സഹായരായിരുന്നു. അപ്പോൾ ഞാനൊരു വിദ്യ ഉപയോഗിച്ചു പാഞ്ചാലി. അതെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാനൊരു ബ്രാഹ്മണനെ വിളിച്ച് എൻ്റെ ഒരു പ്രണയലേഖനം കയ്യിൽ കൊടുത്ത് ഉടനെ ദ്വാരകയിലെത്തി ഇത് കൊടുത്ത് വേണ്ടത് ചെയ്യാൻ, അതായത് ഇന്ന ദിവസം എൻ്റെ വിവാഹമാണെന്നും തലേ ദിവസം വൈകുന്നേരം ഞാൻ ശ്രീ പാർവതി ദേവീനെ തൊഴാൻ പോവും, ആ സമയത്ത് അങ്ങ് എന്നെ പാണിഗ്രഹണം ചെയ്ത് ദ്വാരകയിലേക്ക് കൊണ്ടുപോകണം, പിറ്റേ ദിവസം ആ മുഹൂർത്തത്തിൽ എന്നെ വിവാഹം ചെയ്യണം.
പക്ഷേ ഒരു യുദ്ധത്തിനുള്ള സന്നാഹത്തോടു കൂടിയിട്ട് വരണം. കാരണം ഇവിടെ പലവരും അങ്ങയെ ചേർത്ത് നിൽക്കും. ഇങ്ങനെ വലിയ ഒരു ത്രില്ലർ കഥയാണ് എൻ്റെ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 6-7 ശ്ലോകങ്ങളിലാണ് അത് 3-5 ശ്ലോകങ്ങളിലാണ് വർണ്ണിക്കണത്. ശ്രദ്ധിക്കാം. വാർക്കുന്തളക്കെട്ടഴിച്ചു വിടർത്തിക്കൊണ്ടൊരു മണി ചൊല്ലിനാളതു വല്ലാത്ത കാരുണ്യകഥ തന്നെയാം. കൊണ്ടൽ വർണ്ണൻ്റെ സൗന്ദര്യ ശൗശീലാദികൾ കേട്ടു ഞാൻ നാദങ്കലുള്ള ഉള്ളം ഒട്ടാകെ ലയിച്ചിങ്ങനെ വാഴുകവേ. നാദങ്കൽ ഉള്ളം ഒട്ടാകെ ഞാൻ സറണ്ടറായിപ്പോയി. ലയിച്ചങ്ങനെ വാഴുകവേ വന്നല്ലോ വേഷവും കെട്ടിഞ്ഞെളിഞ്ഞു ധമഘോഷജൻ. ഈ ധമഘോഷജനാണ് ആര്? ശിശുപാലൻ. അതിവിടെ എഴുതി വയ്ക്കാം, അല്ലെങ്കിൽ ശിശുപാലൻ. ധമഘോഷജൻ എന്നാണ് അയാളുടെ ഓമന പേര്. വലിയേട്ടനുറപ്പിച്ച നിലയ്ക്കെന്നെ എന്നെ എത്ര മാഴി ഞാൻ. വലിയേട്ടൻ ഉറപ്പിച്ച നിലയ്ക്കൻ അന്ന് എത്ര മാഴി ഞാൻ. അപ്പോൾ എൻ്റെ വിവാഹം ശിശുപാലനായിട്ടാണ് എന്നുള്ള നിശ്ചയം കഴിഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സങ്കടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്തോ വേണ്ടതും താനുള്ളിൽ തോന്നിച്ചു ജഗദംബിക. എന്തു ഞാൻ ചെയ്യണം എന്നുള്ളത് ഞാൻ സ്ഥിരം കുളിച്ചു തൊഴുന്ന എൻ്റെ ഭഗവതി തോന്നിച്ചു എന്നാ. അപ്പോൾ സ്ത്രീകൾ എന്ത് വേണം? പെൺകുട്ടികൾ എന്ത് വേണം? ദിവസേന കുളിച്ച് അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഭദ്രകാളി ആണെങ്കിലും പരമേശ്വരി ആണെങ്കിലും കൃഷ്ണനാണെങ്കിലും ശിവനാണെങ്കിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണനെ പോലെ ശൗശീല്യാദി ഗുണങ്ങളുള്ള ഒരാളായിരിക്കണം എൻ്റെ ഭർത്താവ്. എന്നാൽ പിന്നെ മറ്റുള്ള മതസ്ഥരെ അടിച്ചു കൊണ്ടുപോവില്ല. എന്നിട്ട് എന്താണെന്നാ പറയുക, ചവച്ചരച്ച് ചണ്ടി തുപ്പി പറഞ്ഞേക്കില്ല എന്നർത്ഥം. എന്തോ വേണ്ടതു താനുള്ളിൽ തോന്നിച്ചു ജഗദംബിക. വിപ്രൻ്റെ കയ്യിൽ ഒരെഴുത്തയച്ചേൻ ദ്വാരകയ്ക്കുടൻ പുലരും മുമ്പിലമ്പേന്തി വന്നു ചേർന്നു കൃപാനിധി. അതായത് ആ കത്ത് കിട്ടി ഉടനെ അദ്ദേഹം സന്നാഹത്തോടു കൂടി വന്നു. വിപ്രൻ്റെ കയ്യിൽ ഒരു എഴുത്തയച്ചേൻ ദ്വാരകയ്ക്കുടൻ പുലരും മുമ്പിലമ്പേന്തി വന്നു ചേർന്നു കൃപാനിധി. ശത്രുക്കൾ കാൺകവെ തന്നെ കൈകൊണ്ടെന്നെ അന്ന് ഈ വിധം എന്ന് പറഞ്ഞ് രുക്മിണി സ്വയംവരം കേട്ടു. അടുത്തത് സത്യഭാമയുടൻ ചൊല്ലിത്തുടർന്നാൽ മെല്ലെ ഇങ്ങനെ മറ്റൊരാൾക്കെന്നെയും നൽകാൻ നിശ്ചയിച്ചതു വാസ്തവം. എന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ എൻ്റെ അച്ഛൻ സത്രാജിത്ത് തീരുമാനപ്പെടുത്തിയിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എഴുത്തൊന്നും അയച്ചില്ലതു മാതിരി. എന്താണെന്നാ പറയുക, രുക്മിണിയുടെ പാവലൊന്നുമല്ല, ഞാൻ എഴുത്തൊന്നും അയച്ചില്ല, എന്നെ അദ്ദേഹം കല്യാണം കഴിച്ച് കൊണ്ടുപോയിന്നാ. ഇതാണ് 4 പെണ്ണുങ്ങൾ തമ്മിലായാൽ അവരവരുടെ പോരിമയാണ് പറയുക അല്ലേ. സത്യഭാമയുടൻ ചൊല്ലി തുടർന്നാൽ മെല്ലെ ഇങ്ങനെ മറ്റൊരാൾക്കെന്നെയും നൽകാൻ നിശ്ചയിച്ചതു വാസ്തവം. എന്നാലും ഞാൻ എഴുത്തൊന്നും ഇതുമാതിരി അവിടേക്ക് ഉള്ളതോർത്തിടിൽ മറ്റെങ്ങും ചെല്ലുമോ സഖി. അതായത് സഖാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല, അദ്ദേഹത്തിൽ ചേരേണ്ടത് അദ്ദേഹത്തിൽ ചേരില്ലേ എന്നാണ് ചോദിച്ചത്. ഒരു വളഞ്ഞ വടി പ്രയോഗമാണ് ഉണ്ടായത്. അവിടേക്കുള്ളതോർത്തിടിൽ മറ്റെങ്ങും ചെല്ലുമോ സഖി. സമന്തകം കണ്ടുപിടിച്ചുടൻ അച്ഛനു നൽകവേ കൊണ്ടേ കൊടുത്താൻ പേടിച്ചൻ അച്ഛൻ എൻ ഭാഗ്യമല്ലയോ. അതിനാണ് വാസ്തവം. ഈ സത്രാജിത്തിൻ്റെ അനിയൻ പ്രസേനൻ എന്നുള്ള രാജാവ് സമന്തകമണി കഴുത്തിൽ കെട്ടിയിട്ട് നായാട്ടിന് പോയി. വഴിയിൽ ഒരു സിംഹം കുതിരേനെ കൊന്ന് അയാളെയും കൊന്ന് സമന്തകം കൈക്കലാക്കി പോകുമ്പോൾ ഒരു കരടി പ്രമുഖൻ ഇയാളെ സിംഹത്തിനെ അടിച്ചു കൊന്ന് അതെടുത്ത്, അതാണ് സാക്ഷാൽ ജാമ്പവാൻ. തൻ്റെ
ചെറിയൊരു ആൺകുട്ടിയുണ്ട്, അവന് കളിക്കാൻ വേണ്ടി കൊടുത്തതാണ് ടെന്നീസ് ബാൾ മാതിരി. അപ്പോൾ ആ രാജാവിൻ്റെ ഉഗ്രസേന മഹാരാജാവ്, അയാളുടെ പേരാ കിട്ടാതെണ്ടിരുന്നത്. അപ്പോൾ ഭഗവാൻ ഈ സത്രാജിത്ത് ഒരു ദിവസം ഈ മണി കെട്ടി നടക്കുന്ന സമയത്ത് പറഞ്ഞു, ഇത് നമ്മുടെ രാജാവിന് കൊടുക്കുകയാണെങ്കിൽ ദിവസേന 8 ഭാരം സ്വർണം കെട്ടിയാൽ രാജ്യം നന്നായിട്ട് പരിപാലിക്കാൻ പറ്റും. അപ്പോൾ ഈ റവന്യൂ വ്യക്തികളിൽ നിന്ന് പിരിക്കാണ്ട് കഴിയും, വീട്ടുനികുതി ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ സംഗതി വശാൽ സത്രാജിത്ത് അത് കൊടുത്തില്ല. അപ്പോൾ ഇങ്ങനെ ഈ സെമന്തകമണി കൈമറിഞ്ഞു പോയപ്പോൾ അദ്ദേഹം ഒരു അഭ്യൂഹം പറഞ്ഞു, പണ്ട് കൃഷ്ണൻ എന്നോട് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് കൃഷ്ണൻ അടിച്ചു മാറ്റിയിട്ടുണ്ടാവുന്നൊരു കിംവദന്തി പറഞ്ഞു. അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കൃഷ്ണൻ തെരഞ്ഞു പിടിച്ച് ജാമ്പവാനെ ആയിട്ട് ഒരു 10-27 ദിവസം യുദ്ധമൊക്കെ ചെയ്യേണ്ടി വന്നു. അദ്ദേഹത്തിന് ശ്രീരാമ സ്മൃതി ഉണ്ടായി, ആലിംഗനം ചെയ്തു, നമസ്കരിച്ചു, സന്തോഷത്തോടുകൂടി സമന്തവും കൊടുത്തു, ജാംബവതി എന്നുള്ള മകളേനെയും കല്യാണം കഴിച്ചു കൊടുത്തു. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, ഈ രത്നം തൻ്റെ രാജധാനിയിൽ ആളെ അയച്ചിട്ട് നമ്മുടെ എന്താണെന്നാ പറയുക, ഈ സത്യഭാമയുടെ അച്ഛനെ ആളെ അയച്ച് വരുത്തി 10 ആൾ കാണിച്ചാൽ ഈ രത്നം തിരിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ മകളായിരിക്കുന്ന സത്യഭാമയെ സന്തോഷത്തോടുകൂടി രത്നത്തോടുകൂടി ഭഗവാന് കൊടുത്തു. ഭഗവാൻ സ്ത്രീരത്നത്തെ സ്വീകരിച്ചു, സമന്തക രത്നത്തെ തിരിച്ചു കൊടുത്തു. ഇതാണ് കഥ. അതാണ് കൊണ്ടേ കൊടുത്താൻ പേടിച്ചെന്നച്ചൻ എൻ ഭാഗ്യമല്ലയോ. അങ്ങനെ 2 പേരുടെ വിവാഹം കഴിച്ചു. ഇനി 6 ആളുണ്ടല്ലോ, അത് നമുക്ക് നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്നും അതേപോലെ ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ നിത്യപ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.